സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. സോ മെയിൻ ആയിട്ട് ഈ വീഡിയോ ഗേൾസിനുള്ളതാണ്. സോ എല്ലാവരും മാക്സിമം ഫുള്ള് കാണാൻ നോക്കുക. കുറച്ച് ദിവസം മുമ്പ് എന്റെ ഒരു ഫോളോവറായ ഒരു പെങ്കൊച്ച് എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്യാനുള്ള കാരണം തന്നെ ആ പെങ്കൊച്ച് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ബ്രോ എന്റെ ഒരു അവസ്ഥ വേറൊരു പെങ്കൊച്ചിന് വരാതിരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുമെന്നാണ് ആ കൊച്ച് എന്നോട് ചോദിച്ചത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എന്റെ എല്ലാ സിസ്റ്റേഴ്സിനും കൂടെ ഉള്ളതാണ്. ഈ നമ്മുടെ ലൈഫിൽ ഒരുപാട് ആളുകൾ വരും, പക്ഷെ എല്ലാവരും അങ്ങനെ നല്ലവരാവണമെന്നൊന്നുമില്ല. ചിലരൊക്കെ നമ്മുടെ കൂടെ നടക്കുന്നത് നമ്മളെ ഒന്ന് യൂസ് ചെയ്യാനും കൂടെയാണ്. കേട്ടിട്ടില്ലേ, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളും കൂടെ ഉണ്ട്. സോ ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുമ്പ് അയാളുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്നും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിപ്പോ അവർ നമ്മുടെ അടുത്ത് എത്ര ക്ലോസ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ വേറെ ഒന്നും അല്ല, അല്ലെങ്കിൽ അവസാനം നിങ്ങൾ തന്നെ റിഗ്രറ്റ് അടിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഒരാൾ നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ സംസാരം അൺകംഫർട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നോ പറയാനുള്ള ധൈര്യം കാണിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഇന്നത്തെ കാലമാണ്. പിന്നെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ കാര്യങ്ങൾ മാത്രമാണെന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിന് റിലേഷൻഷിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരുത്തം വന്ന് ചക്കരയെ പൊന്നെ തേനെ മാങ്ങയെന്നൊക്കെ വിളിക്കുമ്പോൾ അവന് ദിവ്യപ്രണയം പൊട്ടിമുളച്ചു വന്നതെന്നൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ ഞാൻ ബോയ്സിനെ പറ്റി പറഞ്ഞെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ശരിയാണ്, ഒരു വിഭാഗം ആളുകൾ അങ്ങനെയാണെന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ആ കണ്ണിൽ കാണാൻ നിൽക്കരുത്. അതായത് നിങ്ങളുടെ കാര്യങ്ങളിൽ ജെന്യുവൻ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ കെയർ ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. എന്തായാലും ഞാൻ എന്തിനെ പറ്റിയാണ് പറഞ്ഞു വന്നതെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോ എന്തായാലും ഇപ്പൊ തന്നെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫോളോ ചെയ്ത ആരും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോ. നിങ്ങളൊക്കെ ഫോളോ ചെയ്താലാണ് നമ്മൾ എവിടെയൊക്കെ എത്തുള്ളൂ.